നമസ്കാരം. ശിവടിച്ചൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഫസ്റ്റ് 4 ഇയർ ഡിഗ്രി കോഴ്സിൻ്റെ ഫസ്റ്റ് സെമസ്റ്ററിലെ ഒരു പാഠത്തിലേക്ക് കടക്കാം. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവൊക്കെയായ MR രേണുകുമാറിൻ്റെ ഒരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. കൊതിയൻ എന്നാണ് കവിതയുടെ. ഇവിടെ എഴുത്തുകാരൻ്റെ അദ്ദേഹം തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ ചില വാക്കുകളിലേക്ക് പോകാം. ഇത്തരം ഒരു കഥാപാത്രത്തെ തനിക്ക് പരിചയമുണ്ടായിരുന്നു എന്നാണ് എഴുത്തുകാരൻ കവി പറയുന്നത്. ബാങ്കിലാണ് ജോലിയെങ്കിലും ഒരു ഒഴിവ് സമയം കിട്ടിയാൽ അദ്ദേഹം ചൂണ്ടയിടാനായിട്ട് പോകുമായിരുന്നു അത്രേ. പിന്നെ ഇയാളുടെ ഈ ചൂണ്ടയിടൽ എന്നുള്ള കമ്പം മൂത്ത് അയാൾക്ക് ബാങ്കിലെ ജോലി തന്നെ നഷ്ടപ്പെട്ടു പോയതായിട്ട് പറയുന്നു. അപ്പോൾ കൊതി എന്നുള്ളത് അല്ലെങ്കിൽ ആസക്തി എന്നുള്ളത് ഒരു പ്രശ്നമാണ്. നമ്മളിപ്പോൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് എങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ നമ്മുടേതായ ചില കാമനകൾ അല്ലെങ്കിൽ നമ്മുടെ ചില ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം. അപ്പോൾ ഇങ്ങനെയുള്ള പല ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരിൽ തന്നെ നൃത്തം ചെയ്യുന്നവരുണ്ടാവാം, പാട്ട് പാടുന്നവരുണ്ട്. ഇതൊക്കെയാണ് അവരുടെ കൊതികൾ. അപ്പോൾ അതുപോലെ ഇവിടുത്തെ കഥാപാത്രം അയാൾ ബാങ്ക് മാനേജറാണ്. പക്ഷെ അയാൾക്കിഷ്ടം മീനുകളുമായി ചേർന്ന് ജീവിക്കുക. മീനുകൾ ധാരാളമുള്ളൊരു പശ്ചാത്തലമാണ് ഈ കവിതയ്ക്കും കവി നൽകിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മീനുകളോടുള്ള അയാളുടെ കൊതി, മീൻ കഴിക്കാനായാലും മീനിനെ കാണാനായാലും എല്ലാം അയാൾക്ക് കൊതിയാണ്. മീനുകളുമായിട്ട് ചേർന്നുള്ള അല്ലെങ്കിൽ മീനുകളുള്ള ഒരു ജീവിതമാണ് അയാൾ എപ്പോഴും സ്വപ്നം കാണുന്നത്. തനിക്ക് ചുറ്റും മീനുകളുള്ള ഒരു ജീവിതം. അപ്പോൾ നമുക്കറിയാലോ, ചിലപ്പോൾ ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് പറിച്ച് നടപ്പെടേണ്ട ചില മനുഷ്യരുണ്ട്. ഗ്രാമജീവിതത്തിൻ്റെ ആ സൗന്ദര്യവും അല്ലെങ്കിൽ ആ പശ്ചാത്തലവും ഒന്നും അല്ലെങ്കിൽ ആ കൂട്ടുകെട്ട്, ആ സൗഹൃദങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ചില മനുഷ്യരുണ്ട്. അവരുടെ ഉള്ളിലൊക്കെ ഈ ഒരു കൊതി എപ്പോഴും അല്ലെങ്കിൽ അവർ ജീവിച്ചിരുന്ന സാഹചര്യത്തിലേക്ക് തിരിച്ചെത്താനുള്ള ഒരു കൊതി എല്ലായ്പ്പോഴും അവരിൽ ഉണ്ടാകും. അപ്പൊ ഇവിടെ നമുക്ക് കവിതയിലേക്ക് കടക്കാം. പരപര വെളുക്കുമ്പം എണീറ്റ് ചൂണ്ടയിടാൻ പോകും. ഇതിലെ കഥാപാത്രം അല്ലേ? പരപര വെളുക്കുമ്പോൾ നേരെ ഒന്ന് വെളുത്ത് വരുമ്പോഴേ എണീറ്റ് ചൂണ്ടയിടാൻ പോകും. കാരി, കൂരി, കല്ലട, ചില്ലാൻ, പള്ളത്തി, പരൽ, ഊളാൻ, മനഞ്ഞിൽ, അറിഞ്ഞിൽ, ആരകൻ, ഇങ്ങനെ. അതായത് ഇതൊക്കെ തോട്ടിലെ മീനുകളാണ്, ആറ്റിലെ മീനുകളാണ്. ഈ മീനുകളെല്ലാം പുകാന്ന് തോട്ടിൽ നിന്ന് വലിച്ചു കയറ്റും. അതായത് ചൂണ്ടയിട്ട് ഇങ്ങനെയുള്ള എല്ലാ മീനുകളെയും അയാൾ തോട്ടിൽ നിന്ന് വലിച്ചു കയറ്റും. ഇരട്ട ഈർക്കിലിൻ കോർമ്പലിൽ കോർത്ത മീനും ചൂണ്ടയുമായി അയാൾ തോട്ടിറമ്പിലൂടെ വീട്ടിലേക്ക് പോണ പോക്ക് കണ്ടാൽ ആരും പറയുകയില്ല അയാൾക്ക് ബാങ്കിലാണ് ജോലി. അപ്പോൾ മീനൊക്കെ പിടിച്ചിങ്ങനെ തോളത്ത് വെച്ച് അയാൾ ചൂണ്ടയും കൊണ്ട് വീട്ടിലേക്ക് പോകുന്ന കണ്ടാൽ ആരും പറയില്ല അയാൾക്ക് എവിടെയാണ് ജോലിയെന്ന്, ബാങ്കിലാണ് ജോലിയെന്ന് ആരും പറയില്ല. സ്വർണ്ണ ഫ്രെയിമുള്ള കണ്ണടയൊക്കെ വെച്ച്, അതായത് രാവിലെ മീൻ പിടിക്കാൻ പോണ ആളാണ്. അത് കഴിഞ്ഞ് സ്വർണ്ണ ഫ്രെയിമുള്ള കണ്ണടയൊക്കെ വെച്ച് മുന്തിയ ഇനം പെർഫ്യൂം സുഗന്ധമൊക്കെ പൂശി കറങ്ങുന്ന കസേരയിൽ മോണിറ്ററിൽ നോക്കി കീബോർഡിൽ തട്ടി മുട്ടിയിരിക്കുന്ന അയാളെ കണ്ടാൽ ആരും പറയല്ല ഒരു മീൻ കൊതിയനാണെന്ന്. അപ്പോൾ ഇയാൾ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ടിപ് ടോപ്പ് ആയിട്ടാണ് അയാൾ പോകുന്നത്. അയാളുടെ വേഷം, രൂപം ഒക്കെ വളരെ സുന്ദരമാണ്. അപ്പോൾ ആ കമ്പ്യൂട്ടറിന്റെ മോണിറ്ററിൽ നോക്കിയിരിക്കുന്ന അയാളെ കണ്ടാൽ ഒരു മീൻ കൊതിയനാണെന്ന് ആരും പറയില്ല. അപ്പോൾ ഈ കൊതി എന്നൊരു വാക്ക് അവിടെ പ്രസക്തമാണ്. അപ്പം നമ്മൾ വിശപ്പടങ്ങാൻ കൊതി ഉണ്ടെങ്കിലും നമ്മൾ കഴിക്കാറുണ്ട്, അല്ലെ? ചില സാധനങ്ങളോട് കൊതി ഉണ്ടായി നമ്മളത് കഴിക്കാറുണ്ട്. എന്നാൽ ചില കൊതികൾ ഒരിക്കലും അടങ്ങാത്തതാണ്. അത് കിട്ടിയേ വീണ്ടും വീണ്ടും കിട്ടണം എന്നൊരാഗ്രഹം തോന്നും. അപ്പം ജീവിതത്തിൻ്റെ കാമനകളോടും ജീവിതത്തിലെ ചില ആഗ്രഹങ്ങളോടും ഒക്കെ വീണ്ടും കൊതി തോന്നുന്ന മനുഷ്യൻ്റെയൊക്കെ ഒരു പ്രതീകമാണ് ഈ മീൻ കൊതി. എന്നാൽ മീൻ കറി വെച്ചതും പൊരിച്ചതും പീര വച്ചതും മീൻ അച്ചാറും ഒക്കെ ചേർത്ത് അയാളുടെ ആഹാരത്തിൻ്റെ രീതി നിങ്ങൾ ശ്രദ്ധിക്കണം. മീൻ കറി വെച്ചതുണ്ടാവും, പൊരിച്ചതുണ്ടാവും, പീര വെച്ചതുണ്ടാവും, മീൻ അച്ചാറുണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞ് ഊണ് കഴിഞ്ഞിട്ടുള്ള ഇടവേള നേരം ഉണ്ടല്ലോ, ബാങ്കിൻ്റെ ഇടവേള ബ്രേക്ക്. അപ്പോൾ അയാളുടെ മേശയുടെ പുറത്ത് കണ്ണാടി ഒരു ചില്ലുണ്ട്. ആ ചില്ലിൽ അയാൾ തീപ്പെട്ടിക്കൊള്ളികൾ കൊണ്ട് ഒരു മീനിനുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇടത്തോട്ട് പോകുന്ന മീനിനെ 3 കൊള്ളികൾ മാത്രം മാറ്റി വയ്ക്കുമ്പോൾ വലത്തോട്ട് പോകുന്ന രീതിയിൽ ആക്കാമോ എന്ന് അയാളുടെ അടുത്തെത്തുന്ന ആളിനോട് ചോദിക്കും എന്ന് പറഞ്ഞാൽ അയാളുടെ മനസ്സിൽ അപ്പോഴും അയാളുടെ ഏറ്റവും വലിയ കൊതിയായ മീൻ പിടുത്തത്തിലാണ് അയാളുടെ ശ്രദ്ധ. അപ്പോൾ ഈ ഇടവേളകളിൽ ബ്രേക്കിൽ പോലും അയാൾ ചിന്തിക്കുന്ന എന്തിനെക്കുറിച്ചാണ്? മീനിനെ കുറിച്ചാണ്. അടുത്തെത്തുന്ന ആളിനോട് പോലും അയാൾ മീനിനെ വച്ചിരിക്കുന്ന ചിത്രം തലതിരിച്ച് വെക്കാമോ എന്നാണ് ചോദിക്കുക. അപ്പൊ ജീവിതാസക്തികൾ ഒരിക്കലും മനുഷ്യനിൽ നിന്ന് ഇല്ലാതാകുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു പാഠം നമ്മളെ പഠിപ്പിക്കുന്നത്. മെല്ലെ ഒന്ന് മയങ്ങും 64 കളങ്ങൾ കറുപ്പിലും വെളുപ്പിലും തെളിഞ്ഞു വരും. അപ്പൊ ഇനി ഇത് കഴിഞ്ഞു
അയാൾ ഓഫീസിൽ നിന്ന് വീട്ടിലെത്തി കഴിയുമ്പോൾ അവിടെ അയാളൊന്ന് മയങ്ങിയിട്ട് ചെസ്സ് കളിക്കുന്നതിനാണ് ഇവിടെ പറയുന്നത്. കറുപ്പും വെളുപ്പും ഒക്കെ ആയിട്ട് ഉള്ള കളങ്ങൾ വരും. കറുപ്പെല്ലാം കരയാകും, വെളുപ്പെല്ലാം കുളമാകും. അത് ചെസ്സ് കളിക്കുമ്പോഴും അയാളുടെ മനസ്സിൽ കുളവും കരയുമേ ഉള്ളൂ. കാരണം അയാൾ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ പോകുന്ന കുളത്തിൻ്റെ അടുത്തേക്കാണ് മീൻ പിടിക്കാൻ. അപ്പം ചെസ്സിലുള്ള കറുപ്പും വെളുപ്പും ഒക്കെ അയാൾക്ക് കുളവും കരയുമാണ്. വാളമീൻ രാജാവും വരാൽ മന്ത്രിയുമാണ്. ചെസ്സിൽ അറിയാലോ, ചെസ്സിലെ മന്ത്രി, രാജാവ്, കാലാള് ഒക്കെ ഉണ്ട്. ഇവരെല്ലാം മീനുകളായിട്ടാണ് അയാൾ സങ്കല്പിക്കുന്നത്. മഞ്ഞക്കൂരികൾ ആനകളാവും. അതിലെ ചെസ്സിലെ ആനകളെല്ലാം മഞ്ഞക്കൂരികളാണ്. മൂശികൾ തേരുകളാണ്. തേരെന്ന് പറയുന്നത് മൂശി എന്ന് പറഞ്ഞ വേറൊരു മീനാണ്. കരിമീനുകൾ കുതിരകളാവും. പിന്നെ കുതിര, അതിനകത്തുള്ള കുതിരകളുണ്ടല്ലോ നമ്മുടെ ചെസ്സിലെ, അതിനെല്ലാം അയാൾ വേറൊരു മീനിന്റെ കരിമീൻ എന്ന പേരിട്ടാണ് വിളിക്കുന്നത്. കാലാള് എന്ന് പറയുന്ന ആ സാധനത്തിന് അയാൾ കരിങ്ങിണ എന്നാണ് പേരിട്ട് വിളിക്കുന്നത്. ആരും ആരെയും വെട്ടില്ല. അതായത് ഈ മീനുകളെ വെച്ച് വെട്ടി കളിക്കാനൊക്കെ തോന്നില്ല. അയാൾ ഇങ്ങനെ ഇതിനെ നോക്കി ഇരിക്കുകയുള്ളൂ. ഇനി അയാളുടെ കുടുംബ ജീവിതത്തിലേക്ക് പോവുകയാണ്. അതായത് ഈ ചെസ്സ് കളിക്കുന്ന സമയത്ത് ഇത് വെച്ച് ഇയാൾ ഇതിനെ വെച്ച് ചുമ്മാ ഉമ്മ വെച്ച് കളിക്കും, ഈ മീനുകളാണെന്ന് വിചാരിച്ച്. എന്നിട്ട് കണ്ണുകൊണ്ട് ചെക്ക് വയ്ക്കും കുടുംബജീവിതത്തിലേക്ക്. അതായത് ദാമ്പത്യത്തിലേക്ക് കടക്കുമ്പോൾ കണ്ണുകൊണ്ട് ചെക്ക് വയ്ക്കുക എന്നാണ് ഇവിടെ കവി പറയുന്നത്. ഇനി അയാൾ രാത്രി ഉറങ്ങുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? മീനുകൾ നീന്തുന്ന കിടക്കവിരി, അതായത് ആ കിടക്കവിരിയിലെ ചിത്രങ്ങൾ മീനുകൾ നീന്തുന്നതാണ്. ഭാര്യയെക്കുറിച്ചുള്ള അയാളുടെ സൗന്ദര്യ സങ്കല്പത്തിൽ പോലും ആര് കടന്നു വരുന്നുണ്ട്? മീന് കടന്നു വരുന്നുണ്ട്. ഭാര്യയുടെ ശരീരം മുഴുവൻ ചെതമ്പലാണെന്നാണ് അയാൾ ചിന്തിക്കുന്നത്. മീനിന്റെ ദേഹത്തുള്ള ചെതമ്പലുകൾ പോലെ ഭാര്യയുടെ ശരീരത്തിലും ചെതമ്പലുകൾ ഉണ്ടെന്ന് കരുതി അതിൽ ഓരോന്നായിട്ട് അയാൾ ആ ശരീരത്തിലെ ചെതമ്പലുകളിൽ ചെവി വരച്ചാണ് അയാൾ കിടക്കുന്നത്. അപ്പം മീന് എന്നുള്ള അയാളുടെ കൊതി, ആ പാഷൻ കൂടി അത് കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ ഭാര്യയെപ്പോലും ഒരു മീനായി കാണാനുള്ള അയാളുടെ ശ്രമത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. അയാൾ ചോദിക്കുന്ന ഒരു ചോദ്യം, അത് അയാളുടെ ജീവിതത്തിൻ്റെ ഒരു സങ്കടകരമായ അവസ്ഥയാണ്. മക്കളില്ല. ആ മക്കളില്ലാത്തത് കൊണ്ട് അയാൾ ഭാര്യയോട് ചോദിക്കുകയാണ്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് മീൻ പിടിക്കാൻ പോവും, അത് കഴിഞ്ഞ് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ബാങ്കിൽ പോവും. അവിടെ ഇരുന്നും മീനിനെ വെച്ചുള്ള കളികളാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ചെസ്സ് കളിക്കുമ്പോഴും മീനിനെയാണ് അയാൾ ചിന്തിക്കുന്നത്. കിടക്കയിൽ വരുമ്പോൾ ഭാര്യ ചിദംബരമുള്ള ഒരു സ്വർണ്ണ മത്സ്യമായിട്ട് തോന്നുന്നു അയാൾക്ക്. എന്നിട്ട് ആ ഭാര്യയുടെ ചെവിയിൽ അയാൾ ചോദിക്കുകയാണ്, പാർപ്പുകൾ എന്തിയേ പെണ്ണെ? നമ്മുടെ പാർപ്പുകൾ എന്തിയേ? പാർപ്പുകളെന്ന് പറയുന്നത് വരാലിൻ്റെ കുഞ്ഞുങ്ങളാണ്. വരാൽ മത്സ്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ കുഞ്ഞുങ്ങളെയാണ് പാർപ്പുകൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വരാൽ മത്സ്യങ്ങളാണെങ്കിൽ നമുക്ക് മക്കളില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത അപ്പോഴാണ് വരുന്നത്. അപ്പോൾ ഈ വരാലിൻ്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് പറയുന്നത് ചെത്തിപ്പൂ പറിച്ച് വെള്ളത്തിലിട്ടതുപോലെ കിടക്കുമെന്നാണ് പറയുന്നത് ഈ വരാലിൻ്റെ കുഞ്ഞുങ്ങൾ. പിന്നെ ഈ വരാലിൻ്റെ മറ്റൊരു പ്രത്യേകത, അച്ഛനും അമ്മയും ചേർന്നാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. പ്രത്യേകിച്ചും അമ്മയുടെ സംരക്ഷണയിലാണ്. അമ്മയാണ് അവിടുത്തെ കുടുംബം മുന്നോട്ട്, അല്ലെങ്കിൽ മീനുകൾ കുടുംബമായി ജീവിക്കാറുണ്ടോ എന്നുള്ളത് മറ്റൊരു ചോദ്യം പ്രസക്തമായിരിക്കുമ്പോൾ തന്നെ വരാൽ കുടുംബങ്ങളായിട്ടാണ് കാണപ്പെടുന്നതെന്ന് പറയുന്നു. അപ്പം വരാലിൻ്റെ കുടുംബത്തിൽ അമ്മയുടെ നേതൃത്വത്തിലാണ് ആ കുടുംബം മുമ്പോട്ട് പോകുന്നത്. അമ്മയാണ് കുഞ്ഞുങ്ങളെ നോക്കി വളർത്തുന്നത്. അപ്പോൾ ഇയാളുടെ ജീവിതം മുഴുവനും ഈ മീനിനോടുള്ള കൊതിയിൽ അല്ലെങ്കിൽ അയാളുടെ ആസക്തിയിൽ, അതിനോടുള്ള ഇഷ്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതത്തിലാണ് അയാൾ തൻ്റെ ജീവിതം, ആ ഒരു രീതിയിലാണ് അയാൾ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഒരു കവിതയ്ക്കകത്ത് ഈ മീൻ കൊതിയൻ എന്നുള്ളതിനകത്ത് നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള ചില ആസക്തികളോടുള്ള, നമുക്ക് ജീവിതത്തിലുള്ള ചില കൊതികളോടുള്ള അതിൻ്റെ അതൊന്ന് നിറവേറ്റുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷത്തെക്കുറിച്ചുള്ള ചില സൂചനകൾ നൽകിക്കൊണ്ടാണ് കവിത അവസാനിക്കുന്നത്. കവിതയുടെ ആശയം കാണുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ.